എത്രയും വേഗം നാട്ടിലെത്തണം, താൻ കൊടുക്കാനുള്ള 1000 ദീനാർ തിരിച്ചേൽപ്പിക്കണം എന്ന ആഗ്രഹത്തോടു കൂടെയാണ് ആ ബനു ഇസ്രായേലുകാരൻ കടൽ തീരത്ത് എത്തുന്നത്. തന്റെ കടത്തിന്റെ ജാമ്യവും സാക്ഷിത്വവും അള്ളാഹുൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നാട് വിട്ടത്. സമയത്തിനു മുമ്പ് കടം നൽകാൻ കഴിയുമോ ഇല്ലയോ എന്നായിരുന്നു ആ ബനു ഇസ്രായേലുകാരന്റെ ആശങ്ക. അദ്ദേഹം കപ്പൽ കാത്ത് കടൽ തീരത്ത് അധിക നേരം നിന്നെങ്കിലും കപ്പൽ കാണാത്തത് കാരണം ആ മനുഷ്യൻ ഒരു മരത്തടി എടുത്ത് അതിനൊരു ദ്വാരമുണ്ടാക്കി അതിൽ താൻ കൊടുക്കാനുള്ള 1000 ദീനാറും അതോടൊപ്പം ഒരു കുറിപ്പും അദ്ദേഹം വെച്ചുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് കടലിൽ ഒഴുക്കുകയാണ്. ദിവസങ്ങളോളം ആ മരത്തടി കടലിലൂടെ ഒഴുകി നടന്നു. മറുകരയിൽ തനിക്ക് ലഭിക്കാനുള്ള പണവുമായി ആരെങ്കിലും കടന്നു വരുന്നുണ്ടോ എന്ന പ്രതീക്ഷയിൽ ഈ കടം കൊടുത്തയാളും നിൽപ്പുണ്ട്. അദ്ദേഹം ആരെയും കാണാതെ തിരിച്ചു മടങ്ങാൻ ഒരുങ്ങുന്ന സമയത്താണ് കടലിലൂടെ ഒരു മരത്തടി ഒഴുകി വരുന്നത് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെടുന്നത്. അദ്ദേഹം വിറകാവശ്യത്തിന് വേണ്ടി ആ മരത്തടി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം വിറകിന് വേണ്ടി വീട്ടിലെത്തിയിട്ട് ആ മരത്തടി കഷ്ണിക്കുന്നതിനിടയിലാണ് താൻ കൊടുത്ത 1000 ദീനാറും അതോടൊപ്പം ഒരു കുറിപ്പും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആശ്ചര്യത്തോടുകൂടെ അദ്ദേഹം അള്ളാഹുവിനെ വാഴ്ത്തുന്നുണ്ട്. തവക്കുൽ അത്രമേൽ ഒരു മനുഷ്യന് നൽകുന്ന നിർഭയത്വത്തിന്റെ ഹൃദയസ്പർശിയായ ഒരു ചരിത്ര സംഭവമാണിത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മുറപ്രകാരം ഒരു മനുഷ്യൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പക്ഷികൾക്ക് അന്നം നൽകുന്നത് പോലെ അള്ളാഹു ആ മനുഷ്യന് അന്നം നൽകുമെന്നുള്ളത്. പ്രഭാത സമയങ്ങളിൽ മരശിഖരങ്ങളിൽ നിന്നു ഒട്ടിയ വയറുമായി പറന്നകലുന്ന പക്ഷികൾ സന്ധ്യാസമയത്ത് ആ പക്ഷികൾ കടന്നു വരുന്നത് നിറഞ്ഞ വയറോടുകൂടെയാണ്. അന്ന പ്രകാരം ഒരു മനുഷ്യൻ അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്കിന്റെ വാതായനങ്ങൾ നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.